ഞാൻ ഒരു കാര്യം സത്യമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾക്കാർക്കും ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു 2-3 വർഷം മുമ്പ് ചാറ്റ് ജി പി ടി ഇറങ്ങി. 2-3 ഇപ്പോൾ കുറച്ചധികം വർഷമായി. ഓക്കെ, 5-6 വർഷമായി ചാറ്റ് ജി പി ടി ഇറങ്ങി. ആ സമയത്ത് ആർക്കും വേണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പം ഒരു എന്താന്ന് പറഞ്ഞു, ഡേഞ്ചറസ് ആണെന്ന് പലരും പറയുന്നു. വേറെ കുറേ ആൾക്കാർ പറഞ്ഞു ഇതിനെ കൊണ്ട് കഥ എഴുതാൻ മാത്രമേ കൊള്ളൂ, വേറെ പണിയൊന്നും എടുക്കില്ല. ഇപ്പോഴാണെങ്കിൽ ചാറ്റ് ജി പി ടി എല്ലാവർക്കും ജീവിക്കാൻ പറ്റരുത്. അപ്പോഴാണ് നമ്മൾ ഗൂഗിളിൻ്റെ എന്ത് ചെയ്തത്, വലിയ വലിയ മോഡലുകളൊക്കെ ഇറക്കിയിട്ട് ജെമിനി എന്നൊക്കെ ഇറക്കി അങ്ങനെ ഗൂഗിളിൻ്റെ അതിലോട്ട് നൈസായിട്ടാക്കി. എന്നിട്ടിപ്പോൾ നാട്ടുകാർക്ക് മൊത്തം ഫ്രീ സ്റ്റോറേജ്, എന്നിട്ട് ഫ്രീ കമ്പ്യൂട്ടേഷൻ പവർ എല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു വർഷം, അതിന് ശേഷം നിങ്ങൾക്ക് മൂച്ചിരിക്കത്തേ ഉള്ളൂ. കാരണം എന്ത് ചെയ്യാൻ, നമ്മൾ മറ്റേ ഫ്രീ ടയറൊക്കെ കഴിയുമ്പോൾ എന്തായാലും പൈസ കൊടുത്ത് വെക്കണം. നിങ്ങൾക്കൊക്കെ ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഉപയോഗിക്കാനാണെങ്കിൽ എൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് എന്തെന്നാ അങ്ങനെ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ക്ലോഡ് വന്നത്, കോഡ് ചെയ്യാനായിട്ട് ക്ലോഡ്. പിന്നെ അതേപോലെ തുരാതും പറഞ്ഞു വന്നിരിക്കുകയായിരുന്നു ഒരു മോഡൽ, അതിനുശേഷം അതിൻ്റെ അടുത്ത മോഡൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത മോഡൽ എന്നും പറഞ്ഞ് കുറേ ഇറക്കി. എന്നിട്ട് ഇതിനാണെങ്കിൽ ആദ്യം $20, $200, $300 എന്ന് വെച്ചാൽ ഇപ്പം മൊത്തം 25,000 രൂപയ്ക്കൊക്കെ പ്ലാനുണ്ട് ഏത് ജെമിനിക്ക്. ബട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവം സഹായിച്ച് ക്ലോഡ് എന്നൊരു സാധനം കൊണ്ടുവന്നു. ഓക്കെ, ഓപ്പൺ ക്ലോ അത് വന്നപ്പോൾ അതിന് കുറേ കുറ്റം പറഞ്ഞു. അത് ഭയങ്കര പ്രശ്നമാണ്, ഇപ്പം ലോകം അവസാനിക്കാൻ വേണ്ടി പൊക്കളോ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നം ഉണ്ടാക്കി. അത് ഓപ്പൺ സോഴ്സായിട്ട് ഇറക്കി. അത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പായിരിക്കുന്നു, സ്റ്റോക്ക് അതിരിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പറഞ്ഞെന്നൊക്കെ കേട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ നോക്കിയപ്പോഴോ ആ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോകും. ആർക്കും വേണ്ടെന്ന് തോന്നുന്നു, കളഞ്ഞിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഇത് കണ്ട ഇത് കണ്ട ഇത് ഇതിൻ്റെ അകത്ത് നമുക്കൊരു സെർവർ റൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് സെറ്റപ്പ് ഒരു പണിയൊന്നുമില്ല. ഇത് ജസ്റ്റ് USB 3.2 ആണ്. ഓക്കെ, സാധാരണ USB റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആണെന്ന് വെച്ചാൽ റാൻഡം റീഡ് റൈറ്റ് സ്പീഡ് സ്ലോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു ലിനക്സ് സിസ്റ്റം ബൂട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഏജൻറ്റ് റൺ ചെയ്യാൻ പറ്റും. അതിന് ഗൂഗിൾ തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ അകത്ത് ലോക്കലായിട്ട് എല്ലാം യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി അല്ലാതെ ഒരു ഏജൻറ്റ് സ്വന്തമായിട്ട് റൺ ചെയ്ത് പഠിക്കുക. ഓക്കെ, പഠിക്കുകയെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് ഇങ്ങനെ എന്തും പറഞ്ഞില്ല. പക്ഷേ ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന പോക്ക് കണ്ട ആന്ത്രോപിക്കിൻ്റെ മോഡൽ തന്നെ വല്ല ഒരു ഗ്ലോബൽ ഇൻ്റർനെറ്റ് എന്തോന്നാണ് സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തിനായാലും ലോക്കലായിട്ട് ഹോസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ലോക്കലായിട്ട് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ബ്രൂ നമുക്ക് അതിനായിട്ട് റാമില്ല ബ്രൂ, അതാണ് പ്രശ്നം. റാമല്ല, ഹാർഡ് ഡിസ്കിൻ്റെ ആവശ്യമില്ല, ഇത് മതി. SSD ഒന്നും വേണ്ട, ഇത് മതി. റാം ആണെങ്കിൽ എന്ത് വേണം നമുക്കിപ്പോൾ ഒരു 8 റാം 8 GB റാം മാക്സിമം ഒന്നും രണ്ടില്ല വൈദവേ, ഒരു 32 GB റാമിൻ്റെ സാധനം ഉണ്ടെങ്കിൽ പ്രശ്നം. ഇവിടെ ഇഷ്ടം പോലെ 32 GB റാമിൻ്റെ ഒരു സിസ്റ്റം 1,00,000 രൂപയ്ക്ക് ആൾക്കാർ മേടിക്കുന്നു. ഓക്കെ, ഇപ്പം മേടിക്കുന്നത് ഓക്കെ അത് വേറെ ഭാഗം. ബട്ട് ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഗെയിം കളിക്കുന്ന വെച്ചിട്ട് പോകുന്നു. ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ 2-3 സിസ്റ്റം ഉണ്ട്. അതിൽ ഒന്ന് 3 GB റാം, വേറെ ഒന്ന് 4 GB, 6 GB, വേറെ 10 GB എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഓരോന്നും മേടിക്കുക, അതിൻ്റെ അകത്ത് ലിനക്സ് ഫ്ലാഷ് ചെയ്യുക, അതിൻ്റെ അകത്ത് സാധനം സെറ്റപ്പ് ചെയ്യുക, കണക്ട് ചെയ്യുക, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുക, ഓൺ ചെയ്യുക. എന്നിട്ട് വല്ല സോളാർ പാനലും കണക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് റൺ ആവില്ലേ? നിങ്ങളുടെ ആവശ്യത്തിന് സാധനം ആവില്ലേ? മറ്റൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്നായിരിക്കും, അതിന് കണ്ടക്സ്റ്റ് പോവും. പിന്നെ അതേപോലെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും ആരാ നീ എന്നും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴാണ് ഇവന്മാർക്കൊക്കെ തോന്നിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റും. അൺസെൻസറായിട്ട് കിട്ടുമല്ലോ. ഒരു കോഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം മറ്റേ അണ്ണൻ്റെ അടുത്ത് നിന്ന് മറ്റേ സുന്ദർ പിച്ചണ്ണൻ്റെ അടുത്ത് ചോദിക്കും, അണ്ണ ഇവിടെ ഒരു പയ്യ ഒരു കോഡ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് എഴുതിക്കോട്ടെ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാലേ കേൾക്കൂ, നമ്മൾ പറയുന്ന കേൾക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ മാന്യം വരെയൊക്കെ ചെറുതായിട്ട് ഈ വൈപ്പ് കോഡിങ് സാധനങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് ഇതൊന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അതിനിപ്പം കമ്പ്യൂട്ടേഷൻ പവറും ഒക്കെ കുറവാണെങ്കിൽ പോലും ലോക്കൽ LLMs റൺ ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. 1 ബിറ്റ് ക്വാണ്ടിസേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഒരു മോഡൽ അല്ലെങ്കിൽ പല മോഡൽസിനെ പല സിസ്റ്റത്തിലൊക്കെ ആക്കിയിട്ട് എല്ലാം ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 4-5 ലാപ്ടോപ്പ് മേടിക്കുകയാണ്, ഇരിക്കുകയാണ്. 10,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും. റാമിനെ കാട്ടി വില കുറവ് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ കുറേ ലാപ്ടോപ്പ് മേടിച്ച് വയ്ക്കുക,
എന്നിട്ട് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടേഴ്സിന് ഇപ്പം എല്ലാം ഒരു മോഡൽ റൺ ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുക. അതിൽ 8 GB റാം വെച്ചോ, അടുത്ത വേറൊരു സാധനത്തിന് അടുത്ത് യൂസ് ചെയ്യുക. അതേപോലെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കുക. പിന്നെ വേറൊരു കാര്യം, ഗൂഗിൾ ഡ്രൈവിൻ്റെ കാര്യം. ഇത് ഞാൻ കമ്പ്യൂട്ടേഷൻ പവർ ഗൂഗിൾ തരുന്നത് എങ്ങനെ മാറ്റാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇതിനടുത്ത് ഗൂഗിൾ ഡ്രൈവ് സ്റ്റോറേജ്. ഇപ്പം നമ്മൾ റാമിൻ്റെ എല്ലാം ഇങ്ങനെ കയറിയല്ല, അതേപോലെ ഇനി അടുത്ത് വരും സ്റ്റോറേജിൻ്റെ വരും. ഏതാണ് ഇന്ന് എനിക്കിത് സെർവർ ഉണ്ടാക്കിയതാണ്. ഇതാണ് ലാപ്ടോപ്പിൻ്റെ പറയുക ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ഹാർഡ് ഡിസ്കിനെ. ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സെർവർ. 10 മിനിറ്റ് എടുത്തോളൂ സാധനം റെഡി ആവാനായിട്ട്. സാധനം സെർവറുണ്ട്. അതിൻ്റെ അകത്ത് ജെല്ലി ഫിന്നും പിന്നെ നെക്സ്റ്റ് ക്ലൗഡും വെച്ചിട്ട് സെർവറായി. ഫോണിൽ എനിക്കിപ്പോൾ കാണാം ടെയിൽ സ്കെയിൽ വഴി ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സെർവർ റെഡിയാണ്. ടെയിൽ സ്കെയിൽ വഴി എനിക്ക് ലോകത്തിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും കയറാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊക്കെ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുക. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തവും ഈ കണ്ട ഇവന്മാർക്കൊക്കെ പൈസ കൊടുക്കാനായിട്ട് കയ്യിൽ ഇഷ്ടമാകുമ്പോഴുള്ള പൈസ എപ്പോഴും കാണും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാനായിട്ട് ഇങ്ങനെ നടുക്ക് നിൽക്കുന്നില്ല. നിങ്ങളുടെ കൺവീനിയൻസ്, സുഖം, സൗകര്യം, സമാധാനം. ബട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല. ഇപ്പം എന്താ പറയുക, സ്വന്തം ഫോണിൻ്റെ പാസ്വേഡ് ലോക്ക് മാത്രം മാറ്റാത്ത, ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരാണ് നമ്മൾ. നിങ്ങൾ ഫോണിൻ്റെ സെർച്ച് ഹിസ്റ്ററി തൂക്കിയാലും ChatGPT ഹിസ്റ്ററി തൂക്കല്ലെന്നും പറഞ്ഞാലേക്കുന്ന സമയമാണ് ഇപ്പോഴും. പക്ഷേ ഈ ChatGPT എടുത്തും, ഞാൻ ChatGPT എടുത്ത് പറയുന്നത് മാത്രമല്ല ബാക്കി എല്ലാ കമ്പനീസും ഉണ്ട് അടുത്തൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ റിസർച്ച് പർപ്പസ് എന്നും പറഞ്ഞിട്ട് ഇവരെടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യും, അത് ട്രെയിൻ ചെയ്യും. ഇപ്പം ഇതിൻ്റെ നമ്മൾ പറയുന്ന സാധനങ്ങളുണ്ട്. ഞാൻ ഒരു പുതിയൊരു പേപ്പറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പുതിയൊരു കൺസെപ്റ്റ് പറഞ്ഞു. അതിനത് മനസ്സിലായില്ല. അതാണെങ്കിൽ ഐ മീൻ LLM മോഡൽ അതിന് ഓൾറെഡി അറിയാവുന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പം എൻ്റെ കൺസെപ്റ്റ് തന്നെ ഫ്ലിപ്പായി. ഡോക്യുമെൻറ്റേഷൻ സാധനം ഉപയോഗിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, സ്വന്തമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പം എന്തായാലും എല്ലാ പണിക്കും ഇത് കിട്ടില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏജൻറ്റിക്ക് ആയിട്ടുള്ള ക്ലൗഡ് യൂസ് ചെയ്യുന്നത് ഞാൻ ഏകദേശം ഇപ്പം 2-3-4 മാസമായിട്ട് 2.5 മാസമായിട്ട് ക്ലൗഡ് യൂസ് ചെയ്യണം. അതാണ് ഫുള്ള് ക്ലൗഡാണ്. അതിൻ്റെയൊക്കെ ടെക്സ്റ്റിലുള്ള ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയാണ് നോക്കിയത്. ബാക്കിയുള്ള ചാറ്റ് ബോട്ടിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും വരുന്നതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ അടുത്ത് നിന്നുള്ള ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. കാരണം ഇതിനൊരു മദർ പ്രോംപ്റ്റും നമ്മുടെ കാര്യം, പിന്നെ അപ്പുറത്തെ എൻഡിലുള്ള ഒരു APIക്ക് അത്രേ ഉള്ള സാധനം. നമ്മൾ പറയുന്ന സാധനം കയറുന്നു പോകുന്ന ബാക്ക് ബോൺ ക്ലൗഡ് എന്നൊരു ബാക്ക് ബോണിൻ്റെ അകത്തോട് കയറി വരുന്നു. അതേപോലെ ഇപ്പം ഈ ഒരു മോഡലിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ OCR ഒക്കെ ചെയ്യും. അതേപോലെ ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് TTS ചെയ്യും, SST ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് റിപ്ലൈ തരും. ഇനി ഇതിനെക്കാട്ടി ഈ ജെമിനിനെക്കാട്ടി നന്നായിട്ട് ഓഡിയോ ജനറേറ്റ് ചെയ്യാനും ജെമിനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കിയാലും ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് ഉള്ള കേപ്പബിളായിട്ടുള്ള മോഡൽസ് ലോക്കലി റൺ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട്. ഓക്കെ, അത് ജെമിനിനെക്കാട്ടിയും ഇതിൻ്റെ മണ്ടയിലോട്ടുള്ളതാണ്. പിന്നെ DRTTS എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇപ്പോഴത്തെ പുതിയ തന്നെ അതിൻ്റെ പഴയ വെർഷൻ തന്നെ എത്ര നല്ല ഔട്ട്പുട്ടാണ് തരുന്നത്. അതും റൺ ചെയ്യാനായിട്ട് മതി. ഓക്കെ, ഇത് പഴയ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് റൺ ചെയ്യിക്കുന്നുള്ള കേസേ ഉള്ളൂ. ചുമ്മാ ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമല്ല. ഇപ്പം വേറെ എന്തോ പറയാൻ, ഇതേപോലെ മൾട്ടിപ്പിളായിട്ട് ഇപ്പം ഇമേജ് ജനറേഷനോ ഇമേജ് മനസ്സിലാക്കാനായിട്ടൊരു സെപ്പറേറ്റ് മോഡലുണ്ട്. ഇനി അടുത്ത 3D ഇമേജ് മനസ്സിലാക്കാനുള്ള സാധനമാണെങ്കിലും ഇതൊക്കെ ഓരോരോ ചെറിയ മോഡലായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഓരോന്നിൻ്റെ ചെറുതേ വരും. ഇതൊക്കെ ഓരോരോ കേപ്പബിലിറ്റീസാണ്. ഇതൊക്കെ കണക്ട് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ലോക്കൽ വൈഫൈ കണക്ട് ചെയ്ത് അതിനൊരു മാസ്റ്റർ ഒരു സിസ്റ്റം കൊടുത്ത് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ഏജൻറ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ തീരാന്നാണ്. എന്തെന്നാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് 24 നിൽക്കുന്ന ഒരു അസിസ്റ്റൻ്റ് ആണ് ഫുൾ ടൈം. ഓക്കെ, ആലോചിച്ച് നമ്മൾ പറയുന്ന അത് എല്ലാ വഴിയും ചെയ്യും. നമ്മൾ പറയുന്ന ജോലികളെല്ലാം ചെയ്യാൻ ഒരു അസിസ്റ്റൻറ്റ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ മൊത്തം സെറ്റപ്പ് മന്ത്ലി കൊടുത്ത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ 25,000 രൂപ മിനിമം. പിന്നെ ഇപ്പോഴുള്ള സാധനം ഇപ്പം AI ബൂമുണ്ടാവില്ല. അപ്പം എന്തിനാണ് പറയാൻ പോകണമെന്ന് അറിയാൻ പാടില്ല. കാരണം റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ച സമയത്ത് ആ റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചവൻ ഉണ്ടാക്കിയതിന് ആ റെഫ്രിജറേറ്റർ വെച്ച് ഉണ്ടാക്കിയ പൈസേനെക്കാട്ടിയും കൂടുതലാണ് റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് വെച്ച് വിൽക്കുന്ന കൊക്കോക്കോളയും പെപ്സിയും ഉണ്ടാക്കിയ പൈസ. മനസ്സിലായി? സോ അതുകൊണ്ട് അറിയാൻ പറ്റൂല. സോ
അറിയുക, മനസ്സിലാക്കുക, വളരുക, പേപ്പറൊക്കെ വായിക്കുക.